നിലയ്ക്കലിന് സമീപം സ്ത്രീകളടങ്ങിയ ശബരിമല തീർത്ഥാടക സംഘത്തെ KSRTC ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടതായി പരാതി. പമ്പയിൽ നിന്നും നിലയ്ക്കലിലേക്കാണ് തീർത്ഥാടക സംഘം ബസ്സിൽ കയറിയത്. കുട്ടികൾ ഉൾപ്പെടെ 13 അംഗ സംഘമാണ് ഉണ്ടായിരുന്നത്. ബസ് ഡ്രൈവർക്കെതിരെ ഗതാഗത മന്ത്രിക്ക് പരാതി നൽകുമെന്ന് കൊല്ലത്തു നിന്നുള്ള തീർത്ഥാടക സംഘം അറിയിച്ചു. പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത്. പ്രവീൺ, എന്തിനാണ് ഈ തീർത്ഥാടകരെ ഇറക്കിവിട്ടത്? വിനീത, കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്നത് സാധാരണ ശബരിമല തീർത്ഥാടകർ പമ്പയിലേക്ക് എത്തുമ്പോൾ അത് നിലയ്ക്കലിൽ വെച്ച് അവരുടെ വാഹനങ്ങൾ അവിടെ നിർത്തിയിടുകയും പിന്നീട് KSRTC ബസ്സിൽ നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് അവരെ കയറ്റിവിടുകയുമാണ് ചെയ്യുന്നത്. അതിനുശേഷം ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പമ്പയിൽ നിന്നും തിരികെ ബസ്സിൽ കയറി നിലയ്ക്കലിൽ ഈ തീർത്ഥാടകർ ഇറങ്ങുന്നു. അതിനുശേഷം അവരവരുടെ സ്വകാര്യ വാഹനങ്ങളിൽ അവർ മടങ്ങിപ്പോവുകയാണ് പതിവ്. ഇത്തരത്തിൽ കൊല്ലത്ത് നിന്നെത്തിയ ഒരു തീർത്ഥാടക സംഘം ദർശനം കഴിഞ്ഞ് പമ്പയിലേക്ക് എത്തുന്നു. അതിനുശേഷം അവർ KSRTC ബസ്സിൽ, അത് പമ്പ തിരുവനന്തപുരം ഫാസ്റ്റ് ബസ്സായിരുന്നു, അതിൽ കയറുന്നു. നിലയ്ക്കലിൽ എത്തിയപ്പോൾ അവർ അവിടെ ഇറങ്ങണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ഡ്രൈവറും കണ്ടക്ടറും പറഞ്ഞത് നിലയ്ക്കൽ ബസ് സ്റ്റാൻഡിലേക്ക് KSRTC ബസ് പോകില്ല എന്നുള്ളതാണ്. അതായത് പമ്പ നിലയ്ക്കൽ പത്തനംതിട്ട റൂട്ടിൽ നിലയ്ക്കലിൽ നിന്നും പ്രധാനപ്പെട്ട പാതയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ഇടത്തേക്ക് മാറി ആണ് ഈ നിലയ്ക്കൽ ബസ് സ്റ്റാൻഡ് ഉള്ളത്. പ്രധാനപ്പെട്ട പാതയിൽ നിന്നും ഈ വഴിയിൽ കൂടി നിലയ്ക്കൽ ബസ് സ്റ്റാൻഡിലേക്ക് ഈ ബസ് പോകില്ല എന്നാണ് ഈ ജീവനക്കാർ അറിയിച്ചത്. അതിനുശേഷം നിലയ്ക്കലിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരം, അത് വനഭാഗമാണ്, മുന്നോട്ട് പോയി. അതിനുശേഷമാണ് ഈ തീർത്ഥാടകരെല്ലാം ആ വനത്തിൽ അവിടെ ഇറക്കി വിട്ടത്. 10ലധികം പ്രായമുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകരും കുഞ്ഞും അതിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവർ വന്ന വാഹനത്തിൻ്റെ ഡ്രൈവറെ ഫോൺ വിളിച്ച് ആ ഭാഗത്തേക്ക് വാഹനം എത്തിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലായിപ്പോയി ഈ തീർത്ഥാടകർ. ഏതായാലും ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ തീർത്ഥാടക സംഘം. നിലയ്ക്കലിൽ നിന്നും അവിടെ വാഹനം നിർത്തുകയും പിന്നീട് ഈ നിലയ്ക്കൽ ബസ് സ്റ്റാൻഡിലേക്ക് വാഹനം പോകില്ല എന്ന് ഈ ജീവനക്കാർ അറിയിക്കുകയും അതിനെ തുടർന്ന് അവരെ അവിടെ തന്നെ ഇറക്കാതെ 1 കിലോമീറ്ററോളം ബസ് മുന്നോട്ട് പോയതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത്. 1 കിലോമീറ്ററോളം ബസ് മുന്നോട്ട് പോയ ശേഷം ഈ തീർത്ഥാടകർ ഇറങ്ങുകയായിരുന്നു. അത് നമുക്കറിയാം, ശബരിമല വനമേഖലയാണ്. നിലയ്ക്കലിലൊക്കെ ആണെങ്കിൽ പോലീസൊക്കെ ഡ്യൂട്ടിയിലുണ്ട്. ഒപ്പം തന്നെ ധാരാളം ആളുകളൊക്കെ ഈ മാസപൂജയ്ക്ക് നട തുറക്കുന്ന സമയങ്ങളിൽ കാണുന്നതാണ്. 1 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ പിന്നീട് അത് കൊടും വനം തന്നെയാണ്, പാത ആണ് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പ്രായമുള്ള സ്ത്രീകളും കുഞ്ഞുമൊക്കെ അവിടെ ഇറങ്ങേണ്ടി വന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമായി പോയി എന്നാണ് ഈ തീർത്ഥാടക സംഘം തന്നെ പറയുന്നത്. ഏതായാലും ഗതാഗത വകുപ്പ് മന്ത്രി മാത്രമല്ല, നേരം ഇരുട്ടിയ സമയത്ത് ഈ ഏത് സ്ത്രീകളാണെങ്കിലും വാഹനം നിർത്തണം എന്നൊക്കെ തന്നെ നിർദ്ദേശങ്ങളാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ഇറക്കി വിട്ടിട്ട് പോയ ഡ്രൈവറാണ്. KSRTCയുടെ ഡ്രൈവറുടെ ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. ഒന്നുമില്ല ഇതിനകത്ത്. പ്രവീൺ പുരുഷോത്തമൻ തുടരുന്നുണ്ട്. പ്രവീൺ, നിങ്ങളൊക്കെ മനുഷ്യരാണോ എന്ന് അമ്മച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോഴും അതിന് പുച്ഛത്തോടെയുള്ള മറുപടിയാണ്. അതെ വിനീത, കുറച്ച് നാളുകളായി തീർത്ഥാടകർക്ക് ഒരു പരാതിയുണ്ട്. കാരണം ശബരിമല ദർശനത്തിനായി എല്ലാവരും അവരവരുടെ സ്വകാര്യ വാഹനങ്ങളിലാണ് കൂടുതൽ വരുന്നത്. ടാക്സി വാഹനങ്ങളും വരുന്നുണ്ട്. നിലയ്ക്കലിലേക്ക് മാത്രം അവിടെ ഈ വാഹന പാർക്കിങ്ങിന് വിപുലമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ പോലീസ് ചെയ്യുന്നത് നിലയ്ക്കലിൽ ഈ തീർത്ഥാടകരുടെ വാഹനങ്ങളെല്ലാം പാർക്കിംഗ് ഏരിയയിലേക്ക് മാറ്റിയിടുന്നു. അതിനുശേഷം നിലയ്ക്കലിൽ നിന്നും പിന്നെയും ഏറെ ദൂരമുണ്ട് പമ്പയിലേക്ക്. അപ്പോൾ പമ്പയിലേക്ക് പോകുന്നതിനായി KSRTC ബസ്സുകൾ മാത്രമാണ് ഈ തീർത്ഥാടകർക്ക് ആശ്രയം. അപ്പോൾ സ്വകാര്യ വാഹനങ്ങളിൽ ഈ വലിയ തുകയൊക്കെ കൊടുത്ത് അവിടെ എത്തുന്ന തീർത്ഥാടകർ വീണ്ടും KSRTCക്ക് പണം കൊടുത്ത്, ടിക്കറ്റ് ചാർജ് കൊടുത്ത് നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. അതിനുശേഷം പമ്പയിൽ നിന്നും വീണ്ടും നിലയ്ക്കലിലേക്ക് ചെയിൻ സർവീസുകളുണ്ട്. ആ സർവീസിൽ ബസ്സിൽ കയറി ടിക്കറ്റ് കൂടെ ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഇതിപ്പോൾ രാത്രിയിലാണ് സംഭവിച്ചത്. 11 മണിക്ക് ശേഷമാണ് സംഭവിച്ചത്. നമുക്കറിയാം, പ്രായമുള്ള സ്ത്രീകൾ അവർ ശബരിമല ദർശനത്തിന് എത്തിയതാണ്, കുഞ്ഞും ഉൾപ്പെടെയുണ്ട്. നമുക്കറിയാം, ഈ രാത്രികാലങ്ങളിലൊക്കെ എവിടെ ബസ് നിർത്തണമെന്നാവശ്യപ്പെട്ടാലും യാത്രക്കാരുടെ സൗകര്യാർത്ഥം ബസ് നിർത്തി കൊടുക്കണമെന്നാണ്. ഇതിപ്പോൾ ശബരിമല തീർത്ഥാടകരാണ്. അവരെ നിലയ്ക്കൽ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് പോയില്ലെങ്കിൽ പോലും ആ നിലയ്ക്കൽ എന്ന സ്ഥലത്ത് തന്നെ അവിടെ ഇറക്കുകയായിരുന്നുവെങ്കിൽ പക്ഷേ അവരുടെ വാഹനത്തിന് 5 മിനിറ്റ് കൊണ്ട് നിലയ്ക്കൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും അല്ലെങ്കിൽ പാർക്ക് ചെയ്ത ഏരിയയിൽ നിന്നും ആ പ്രധാനപ്പെട്ട പാതയിലേക്ക് എത്താമായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ബസ് മുന്നോട്ട് എടുക്കുകയായിരുന്നു. 1 കിലോമീറ്റർ ദൂരത്തോളം മുന്നോട്ട് പോയി എന്നാണ് ഈ തീർത്ഥാടകർ തന്നെ പറയുന്നത്. അപ്പോൾ നിലയ്ക്കലിൽ നിന്നും 1 കിലോമീറ്റർ ദൂരത്തേക്ക് ചെല്ലി അവർക്കവിടെ ഇറങ്ങേണ്ടി വരുന്നു. ഓർക്കണം, രാത്രി സമയമാണ്, വനമാണ്. പിന്നീട് ഫോൺ വിളിച്ച് ഇവരുടെ സ്വകാര്യ വാഹനത്തിൻ്റെ
ഡ്രൈവറെ അറിയിക്കുകയും എടുത്ത് അവിടേക്ക് വരേണ്ട ഒരു അവസ്ഥയുമാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. പമ്പ തിരുവനന്തപുരം നടത്തുന്ന KSRTC ബസ്സാണ്. ഏതായാലും യാത്രക്കാരുടെ ഒരു പരാതി, തീർത്ഥാടകരുടെ പരാതി KSRTC ജീവനക്കാർ അല്പം മനുഷ്യത്വപരമായി പെരുമാറണമെന്നുള്ളതായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ KSRTC ജീവനക്കാർ തന്നെ അറിയിച്ചത് നിലയ്ക്കൽ ബസ് സ്റ്റാൻഡിലേക്ക് രാത്രി ഒരു സമയം കഴിഞ്ഞാൽ ബസ് പോകേണ്ട എന്ന് ഉന്നതങ്ങളിൽ നിന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.